2025 ജെഇ സെഷൻ 2 എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ്സ് എത്തിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ കറക്ഷൻ വിൻഡോയെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള അവസരം NTA നിങ്ങൾക്ക് തരികയാണ്. അതിനുള്ള സമയം എന്ന് പറയുന്നത് 27 ഫെബ്രുവരി മുതൽ 28 ഫെബ്രുവരി രാത്രി 11:50 PM വരെയാണ് നിങ്ങൾക്ക് കറക്ഷൻസ് വരുത്തുന്നതിനുള്ള അവസരം. ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നറിയണമെങ്കിൽ അനക്ഷർ 1 ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ജെഇ ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് jemain.nta.nic.in. ഇനി നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്, ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ആദ്യമായി നിങ്ങൾ ജെഇ സെഷൻ 1 രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഫെബ്രുവരി 2 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ സെഷൻ 2 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഡീറ്റെയിൽസ്, ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതായത് കോഴ്സ്, ഏത് പേപ്പറാണ്, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, എക്സാമിനേഷൻ സിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ജെൻഡർ, കാറ്റഗറി തുടങ്ങിയവ ചേഞ്ച് വരുത്താനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ പുതിയ കാൻഡിഡേറ്റ്സ് ആണ്, അതായത് നിങ്ങൾ സെഷൻ 1 എക്സാം അപ്ലൈ ചെയ്തിട്ടില്ല, സെഷൻ 2 നിങ്ങൾ ആദ്യമായി അപ്ലൈ ചെയ്യുന്നത്, അതും ഫെബ്രുവരി 2 25 ഇടയിലുള്ള സമയത്ത് ആദ്യമായി നിങ്ങൾ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പാടില്ലാത്തത് മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, പെർമനന്റ് പ്രസന്റ് അഡ്രസ്, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽ, ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേസമയം ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള നിങ്ങൾക്ക് പെർമിഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും ഡീറ്റെയിൽസ് വേണമെങ്കിൽ മുഴുവൻ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, സബ് കാറ്റഗറി, സിഗ്നേച്ചർ, പേപ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സിറ്റിയും മീഡിയം ഓഫ് എക്സാമിനേഷനും ചേഞ്ച് വരുത്താനായിട്ടും അവകാശമുണ്ടായിരിക്കും. ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഓൺലി വൺ ടൈം കറക്ഷൻ, അതായത് ഒരേ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഈ കറക്ഷൻ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും കറക്ഷൻ വരുത്തുന്നതിന് മുൻപ് അത് പൂർണ്ണമായും ശരിയാണ് എന്ന് നിങ്ങൾ ഒന്നും കൂടി ഉറപ്പുവരുത്തേണ്ടത് ആവശ്യകതയാണ്. ജെഇ എക്സാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്രയും വേഗം അറിയുന്നതിനായി ബ്രില്യൻ പാല ജെഇ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.